ഫലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വിശ്വാസികളായ സമൂഹമേ, ഉഹുദ് യുദ്ധമുണ്ടാവാനുള്ള കാരണം ബദറിൽ ശത്രുപക്ഷത്തിന് ഏറ്റ പരാജയത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി രണ്ടാമതൊരു യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. ചരിത്രത്തിൽ ചെറിയ ഒരു പരാജയം നേരിട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ഇസ്ലാമിക സമൂഹം വളരെ വേദനിക്കുന്ന 70ഓളം പ്രഗത്ഭരായ സഹാബികൾ ഷഹീദായ യുദ്ധമാണ്. ആ ശുഹദാക്കളുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ആ ശുഹദാക്കൾ സമൂഹത്തിനോട് പ്രചരിപ്പിച്ച അവരുടെ പേരിൽ സമൂഹത്തിൽ ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഒന്ന്, അവർ ദീനിനു വേണ്ടി ജീവിച്ചവരാണ്, ദീനിനു വേണ്ടി മരിച്ചവരാണ്, എല്ലാം സമർപ്പിച്ചവരാണ്. അവരെ കുറിച്ച് ഞാൻ ഓതി ആയത്തുകൾക്കറിയാം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ, മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുകയും അവരോട് സമാനമായ രീതിയിൽ അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത്രയും സുന്ദരമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ സോപാനത്തിന്റെ ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എന്തിന്റെ പേരിൽ? അവർ ജീവനവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന, തീർച്ചയായിട്ടും അള്ളാഹു വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ടുണ്ട് അവരുടെ ജീവിതവും ജീവനും. എന്തിനു പകരമായിട്ട്? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം അവർക്ക് പകരം കൊടുക്കാമെന്നുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ഇന്ന് ആരെങ്കിലും ഒക്കെ പറയും അത് ആത്മഹത്യയായിരുന്നു, ഇവിടെ ചെയ്യുന്നത് ആത്മഹത്യയാണ്, അവിടെ ചെയ്യുന്ന ആത്മഹത്യയാണ്. റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കടിച്ചുകൊണ്ടിരിക്കുന്ന കാരക്ക പൂർത്തിയാക്കാൻ കാത്തിരിക്കാതെ ഇറങ്ങി യുദ്ധ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ട സഹാബിയെ കുറിച്ച് പറഞ്ഞ ആളുകൾ അയാൾ ഒരു ആത്മഹത്യ ചെയ്തതെന്ന് പറയൂല. കാരണം എന്താ? അവരുടെ ലക്ഷ്യം അതായിരുന്നു. മിസ്അബ് ബിൻ ഉമൈർ ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹം രാവിലെ ഉടുത്ത വസ്ത്രം വൈകുന്നേരം ഉടുക്കാറുണ്ടായിരുന്നില്ല, അത്രയും പ്രമാണിയായിരുന്നു. രാവിലെ ഉപയോഗിച്ച അത്തറ് വൈകുന്നേരം ഉപയോഗിക്കില്ല, അത്രയും സുന്ദരമായി നടന്നിരുന്ന ഒരു മനുഷ്യൻ. ദീന് വിശ്വസിച്ച സമയത്ത് എല്ലാം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് അവസാനം മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലും തലയും മൂടാൻ പറ്റുന്ന കഫം പുട പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അത്രയും റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തവരാണ്. ജീവിതം കൊടുത്തു, ദുനിയാവിലുള്ള എല്ലാം കൊടുത്തു. എന്തൊക്കെ ഇനി ബാക്കിയുണ്ടെന്ന് വെച്ചാൽ അള്ളാഹും അവന്റെ റസൂലിന്റെ വീട്ടിൽ ബാക്കിയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉയർന്നു വന്നത്, ഒന്നാമത്തെ ഖലീഫയായി വന്നത് എല്ലാം കൊടുത്തിട്ടാണ്. നമ്മൾ ഇവിടേക്ക് തിരിച്ചു പോകുമ്പം ഈ ദീനിനെ ഈ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം, ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ട ആളുകളാണ് നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന്, നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന്, നമ്മുടെ ഒഴിവ് സമയത്തിൽ നിന്ന്, നമ്മുടെ അധികാരങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ എന്ത് കൊടുത്തു എന്ന ഒരു ചോദ്യം, ശരിക്കും ഒരു കറുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നിട്ട് വേണം ഈ ഉഹുദിന്റെ ചരിത്രമൊക്കെ പഠിച്ച് നമ്മൾ പുറകോട്ട് പോകാൻ. എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു വിയർപ്പ് തുള്ളികൾ നെറ്റിയിൽ വരുന്ന ഒരു പണി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് 5 പേരത്തെ നിസ്കാരം പോലും നമ്മൾ നിർവഹിക്കുന്നത്. എന്തെങ്കിലും ദീനി പ്രബോധന രംഗത്ത് നമുക്കറിയാം ഈ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ലാ ഇലാഹ ഇല്ലയുടെ പിടിച്ചു നിർത്തലും, അതിനെ പ്രചരിപ്പിക്കലും, അതിന്റെ ദാവത്ത് നടത്തലും, അതിന്റെ പ്രബോധനവും, അതിന്റെ മാർഗത്തിലുള്ള ശുഹദാ, അതിന്റെ ജിഹാദ് ചെയ്യല് ലോകത്തിന്റെ നാനാഭാഗത്തും നമുക്കറിയാം. ഇന്നലകളിൽ നമ്മൾ സന്തോഷത്തിലാണ്. ഫലസ്തീനിൽ അത്രയും വലിയ ഒരു ജിഹാദ് നടത്തി അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഷഹീദായ ഈ ശുഹദാക്കള്, അവരുടെ 3 പേരുടെ ഖബറാണ് ഈ കാണുന്ന ഈ ഒരു ബൗണ്ടറിന്റെ ഉള്ളിലുള്ളത്. ഹംസ റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് ബിൻ ഉമൈർ, അബ്ദുല്ലാഹി ബിൻ ഉമൈർ, അതുപോലെ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, ഈ 4 പേരുണ്ട്. 3 പേരുടെ ഖബർ ആ ഒരു കെട്ടിലുണ്ട് എന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നു. ബാക്കി 70ഓളം വരുന്ന ആളുകൾ മൊത്തം ഈ ബൗണ്ടറിയുടെ ഉള്ളിലാണുള്ളത്. യുദ്ധം നടന്ന പ്രദേശത്താണ് സാധാരണ അവിടെ ശുഹദാക്കളായ ആളുകൾ മറമാടൽ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടുത്തെ സലഫി പ്രസ്ഥാനത്തിന്റെ കൃത്യമായ ഇടപെടൽ കാരണം ഇവിടെ ഒരു ജാറമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ചയോ വഴിപാടോ നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നമ്മുടെ നാട്ടിലെ അന്തമില്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമം പോലും പാലിക്കാൻ അർഹതയില്ലാത്ത മാനസിക രോഗികൾ മരണപ്പെട്ടാൽ പോലും അവരുടെ ഖബർ നടക്കുകയും അവിടെ ജാറമുണ്ടാക്കുകയും അവിടെ കാണിക്കയും നേർച്ചയും വർഷത്തിൽ വഴിപാടുകളും നടത്തുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ അള്ളാഹു സുന്ദരമായി തൗഹീദിലേക്ക് എത്തിക്കുകയും അതിന്റെ മാർഗത്തിൽ ഇതുപോലത്തെ ചരിത്രങ്ങളൊക്കെ പഠിച്ച് യഥാർത്ഥ സുന്നത്തനുസരിച്ച് ഉംറയും അതിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനും തൗഫീക്ക് നൽകിയത് വലിയൊരു ഭാഗ്യമാണ്. അതിന് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് കടമപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആ കടമയും കടപ്പാടും പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ശുഹദാക്കൾ എന്തിനു വേണ്ടിയാണോ മരിച്ചത് അതേ പ്രബോധന മാർഗത്തിൽ മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.